ഇന്ന് കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതായത് കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സയെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെയില്ല. അതിനു മുമ്പ് എന്തിനാണ് ഈ ചികിത്സ കർക്കിടകത്തിൽ ചെയ്യുന്നതെന്നും കർക്കിടകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും നാം അറിഞ്ഞിരിക്കണം. രാമായണ ശീലികൾ ഉയരുന്ന ഈ മാസത്തിൽ അത് വായിക്കുന്ന പലർക്കും എന്തിനാണ് കർക്കിടകത്തിൽ ഇത് വായിക്കുന്നത് എന്നറിയില്ല. ദാശരഥ രാമനായ ശ്രീരാമൻ ജനിച്ചത് ജ്യോതിഷപ്രകാരം കർക്കിടക ലഗ്നത്തിലാണ്. അതാണ് രാമായണം വായിക്കുന്നതിനുള്ള ഈ മാസം വായിക്കുന്നതിനുള്ള കാരണം. കർക്കിടകമെന്നും പഞ്ഞ കർക്കിടകമെന്നും പലപ്പോഴും പലരും പറഞ്ഞ് പരിഹസിച്ചിട്ടുള്ള കർക്കിടക മാസത്തെ ഇന്ന് അങ്ങനെയല്ല ആളുകൾ നോക്കിക്കാണുന്നത്. ആയുർവേദ ചികിത്സയ്ക്കുള്ള ഏറ്റവും നല്ല സമയമായിട്ടാണ്. എന്താണ് അതിന് കാരണം? ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോൾ രണ്ട് അയനങ്ങൾ സംഭവിക്കുന്നു. ഒന്ന് ഉത്തരായനം, മറ്റൊന്ന് ദക്ഷിണായനം. നമുക്ക് ഋതുഭേദങ്ങൾ 6 തരത്തിലാണ് സംഭവിക്കുന്നത്. ശിശിരോ അഥ വസന്തശ്ച, ഗ്രീഷ്മവർഷ, ശരത്, ഹിമ എന്നിങ്ങനെ ശിശിരം, വസന്തം, ഗ്രീഷ്മം എന്നിങ്ങനെ 3 ഉഷ്ണകാലങ്ങളും, വർഷം, ശരത്, ഹേമന്തം എന്നിങ്ങനെ 3 തണുപ്പുള്ള കാലങ്ങളുമാണ്. മഴക്കാലങ്ങളും ഉൾപ്പെടെയുള്ള കാലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ കർക്കിടകം ഉഷ്ണകാലങ്ങളായ ഈ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന കാലത്ത് വരുന്ന മാസമാണ്. അതായത് ഉത്തരായന കാലത്ത് മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവികളുടെയും ഊർജം നഷ്ടപ്പെടുന്ന കാലമാണെങ്കിൽ കർക്കിടകം മുതൽ ഊർജം തിരിച്ചു പിടിക്കുന്ന കാലമാണ്. ആ സമയത്ത് അനുയോജ്യമായ ചികിത്സകളിലൂടെ നമ്മൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. അതായത് നിരവധി ചികിത്സകളിലൂടെ ശരീരത്തെ പലപ്പോഴും തിരിച്ചു പിടിക്കാൻ കഴിയാതെ വന്ന കാലഘട്ടങ്ങളിൽ, അതായത് പകർച്ചവ്യാധികളിലും മറ്റ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കോവിഡ് തുടങ്ങി നിരവധി പകർച്ചവ്യാധികളിലൂടെ ലോക ജനതയാകെ കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആയുർവേദം വ്യക്തമായി മുന്നോട്ട് വയ്ക്കുന്ന പഞ്ചകർമ്മ ചികിത്സകൾ അതിന് പരിഹാരമാണെന്ന് നാം തിരിച്ചറിയുക. അതിന് നമ്മൾ പ്രധാനപ്പെട്ട 3 ദോഷങ്ങളെക്കുറിച്ച് കൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന വാതം, പിത്തം, കഫം തുടങ്ങിയ 3 ദോഷങ്ങൾ. വാതമെന്ന് പറയുന്നത് എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. അതായത് മസ്തിഷ്കവും സുഷ്മ്നാകാണ്ഡവും ഉൾപ്പെടുന്ന സകല നാഡീവ്യൂഹങ്ങൾ ഉൾപ്പെടുന്ന ഈ 3 ദോഷങ്ങളെയും നയിക്കുന്ന വാദം. മഴക്കാലത്ത് തണുപ്പിൽ ഈ വാദം കുപിതനായി കൈകാൽ വേദന, മുട്ടുവേദന, ശരീരം കഴപ്പ് തുടങ്ങി തലവേദന, സകല വേദനകളും വാദത്തിൻ്റെ ബുദ്ധിമുട്ടുകളായി നാം അനുഭവിക്കുകയാണ്, പ്രത്യേകിച്ചും പ്രായമായവർ. പിന്നീട് വരുന്നത് പിത്തമാണ്. പിത്തം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ലളിതമായി പറഞ്ഞത് നമ്മുടെ ലളിതമായി പറയുമ്പോൾ അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. മെറ്റാബോളിസം അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പിത്തമാണ് നിയന്ത്രിക്കുന്നത്. പിത്ത സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതായത് പിത്തം രക്തമുണ്ടായിരിക്കുന്നത് തന്നെ പിത്തത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ രക്തസംബന്ധമായ പ്രശ്നങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതായത് ഹൃദ്രോഗം തുടങ്ങിയ എല്ലാം തന്നെ പൈത്തികമാണ്, അത് പിത്തസംബന്ധമാണ്. അപ്പോൾ പിത്തത്തെ നമ്മൾ സമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരീരത്തിൻ്റെ വളർച്ചയും അതുപോലെ നമ്മുടെ സ്നായുക്കളും, അതായത് മസിലുകൾ, അതുപോലെ ലിഗമെൻറ്റ്സ്, ഇവയെല്ലാം കഫവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ 3 ദോഷങ്ങളെയും സമീകരിക്കാൻ പറ്റിയ അവസരം കൂടിയാണ് കർക്കിടകം. അതിന് നമ്മൾ അവലംബിക്കുന്ന മാർഗങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ്. ഒന്ന് ശോധന ചികിത്സ, മറ്റൊന്ന് ശമന ചികിത്സ. ശോധനം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ അമിതമായി കുപിതമായി വർദ്ധിച്ചിരിക്കുന്ന ഈ ദോഷങ്ങളുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇംബാലൻസ് നോർമലൈസ് ചെയ്യണമെങ്കിൽ, സാധാരണ രീതിയിൽ എത്തിക്കണമെങ്കിൽ ശോധന ചികിത്സകളായ പഞ്ചകർമ്മ ചികിത്സകൾ തന്നെ ചെയ്യണം. അതായത് 5 ചികിത്സകൾ. പഞ്ചകർമ്മം പലർക്കും അറിയില്ല. പഞ്ചകർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി നാം അറിഞ്ഞിരിക്കണം. ഒന്ന് വമനം, അതായത് അതിന് വളരെ ലളിതമായി പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക. വിരേചനം, വയറിളക്കുക. നസ്യം, അതായത് മൂക്കിൽ മരുന്നൊഴിക്കുക. മൂക്കിൽ മരുന്നൊഴിക്കുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. തലച്ചോറ് സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, സൈനുസൈറ്റ് ഉണ്ടാകുന്ന സൈനുസൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളായി അങ്ങനെ പലതിനും.
മൂക്കിലേക്ക് മരുന്ന് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഓരോ നോസ്ട്രലിലും ഓരോ മൂക്കിൻ്റെ ദ്വാരത്തിലും ഒരു ഇത് ഒഴിച്ചിട്ട് അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അത് നേരെ തൊണ്ടയിലെത്തും. വലിച്ച് കഴിഞ്ഞാൽ തൊണ്ടയിലെത്തിച്ച് അതിനെ നമ്മൾ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. മൂക്കിൽ നമ്മൾ ഈ മരുന്ന് ഒഴിച്ച് കഴിയുമ്പോൾ ഈ മരുന്ന് മൂക്കിൽ വന്നിട്ട് നേരെ തൊണ്ടയിലേക്ക് വലിച്ചെടുക്കുന്നു എന്നുള്ള മാത്രമല്ല അതിൻ്റെ പ്രത്യേകത. അതുവഴി പോകുന്ന നെർവ് വഴി, ഫേഷ്യൽ നെർവ്സ് വഴി ഇതിൻ്റെ പവർ, ഇതിൻ്റെ ആക്ഷൻ നേരെ നമ്മുടെ തലച്ചോറിലേക്ക് പോവുകയാണ്. അപ്പോൾ തലച്ചോറിനെ ഉദ്ദീപിപ്പിച്ചിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് നേരിട്ട് തന്നെ ഒരു പരിഹാരത്തിലേക്ക് എത്തുക. അതുപോലെ തന്നെ വസ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉപമിക്കാവുന്നത് എനിമയായിട്ടാണ്. എനിമ പോലെ അല്ല, അതിന് വളരെ വ്യത്യസ്തവും വളരെ മഹത്വമായ പല കാര്യങ്ങളുണ്ട്. അതുതന്നെ സ്നേഹവസ്തിയുണ്ട്, കഷായവസ്തിയുണ്ട്. വാദസംബന്ധമായ പ്രശ്നങ്ങളെ ഏറ്റവും കൂടുതൽ ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് വസ്തിയാണ്. പിന്നെ ഒന്നുകൂടിയുണ്ട് രക്തമോക്ഷം. പക്ഷേ അത് നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന കർക്കിടക ചികിത്സയിലൊന്നും സാധാരണ ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ബ്ലഡ് അത് രക്തം ലീച്ചസ്, അതായത് അട്ട വഴിയും അല്ലാതെ കൊത്തിയൊക്കെ പുറത്ത് കളയുന്ന രീതിയാണ്. അത് പ്രത്യേക രോഗഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇവയൊക്കെ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ ശരീരത്തെ അതിന് സജ്ജമാക്കിയെടുക്കണം. ഈ പറയുന്ന 3 ദോഷങ്ങളെയും സ്നിഗ്ധമാക്കണം. അതിനുവേണ്ടി നമ്മൾ എണ്ണ പുറമേ പുരട്ടി അഭ്യംഗം ചെയ്യുന്നു, അകത്ത് നെയ്യ് സേവിക്കുന്നു. അങ്ങനെ അത് സ്നിഗ്ധമായി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെ ആവി കൊടുത്ത് അല്ലെങ്കിൽ കിഴി കൊടുത്ത്, പലതരം കിഴികളുണ്ട്, പൊടിക്കിഴി, ഞവരക്കിഴി, അതുപോലെ ഇലക്കിഴി, അങ്ങനെ പല കിഴികൾ. ഇങ്ങനെ ചെയ്ത് ആസന്ന കോഷ്ടസ്ഥാനങ്ങളിൽ, ആസന്ന കോഷ്ടസ്ഥാനം എന്ന് പറയുമ്പോൾ, കോഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൽ ഒന്ന് നമുക്ക് സ്റ്റൊമക്കിലെത്തിക്കാം, ചിലപ്പോൾ റെക്റ്റത്തിലെത്തിക്കാം. റെക്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വസ്തി വഴി പുറത്ത് കളയാം. ആമാശയത്തിലാകുമ്പോൾ വമിപ്പിക്കാം, ഛർദ്ദിപ്പിക്കാം. അങ്ങനെ സ്വേദനങ്ങൾ ചെയ്യാം. അതോടൊപ്പം ഇത് രണ്ടും കൂടെ ചേർന്നുള്ള പിഴിച്ചിൽ ചെയ്യാം. അത് കേരളീയ വൈദ്യന്മാരുടെ സംഭാവനയാണ്. അങ്ങനെയുള്ള ഈ പഞ്ചകർമ്മ ചികിത്സകളിലൂടെ നമുക്ക് അമിതമായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ, ദോഷസംബന്ധമായ മാലിന്യങ്ങളെ, ദോഷമെന്ന് പറഞ്ഞാൽ വാദദോഷം എന്ന് പറഞ്ഞാൽ വാദം ഒരു ദോഷമാണെന്നല്ല അർത്ഥം. പെട്ടെന്ന് ദുഷിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ദൂഷയന്തി ദോഷ, പെട്ടെന്ന് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അത് ദുഷിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് വാദത്തെയും പിത്തത്തെയും കഫത്തെയും ദോഷങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ അമിതമായി ദുഷിപ്പിക്കപ്പെടുന്നതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സിനെയൊക്കെ പുറത്ത് കളഞ്ഞുകൊണ്ട് അവയെ നമുക്ക് സമീകരിക്കാൻ കഴിയും. ഇതൊരു വശം, അതാണ് ശോധന ചികിത്സ. മറ്റൊന്ന് ശമന ചികിത്സയാണ്. നമ്മൾ കർക്കിടക ചികിത്സയിൽ പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുമാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ പഞ്ചകർമ്മ ചികിത്സകൾക്ക് അത്രയും കടുത്ത വമനം പോലുള്ള കാര്യങ്ങളൊന്നും വേണ്ടാത്ത സ്ഥിതി വരും. അപ്പോൾ അവർക്ക് നമുക്ക് മരുന്ന് കൊടുത്ത് ദീപനവും അഗ്നിയെ വർദ്ധിപ്പിക്കുന്നതുമായ ആഹാരങ്ങൾ കൊടുത്തു, ഔഷധങ്ങൾ കൊടുത്തും ശമിപ്പിക്കാൻ കഴിയും. അതിന് നമുക്കറിയാം, നമ്മൾ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കർക്കിടക കഞ്ഞിയാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ട, പേയ, വിലേപി, ഓദനം എന്നിങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ കഞ്ഞിയെ തന്നെ നിർവചിച്ചിരിക്കുന്നത്. അത് കഞ്ഞി കൊണ്ട് നമുക്ക് ഏതൊരു രോഗത്തെയും, പ്രത്യേകിച്ച് ജ്വരം പോലുള്ള അജീർണം കാരണമാകുന്ന ഏതൊരു രോഗത്തിൻ്റെയും കാരണം അജീർണമാണ്. പ്രത്യേകിച്ചും കർക്കിടകത്തിൽ ശരീര താപനില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ദഹനേന്ദ്രിയ വ്യവസ്ഥയിലും വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു ആഹാരമാണ് കഞ്ഞി. അത് ഔഷധക്കഞ്ഞി കൂടിയാകുമ്പോൾ, അതായത് ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതി അനുസരിച്ചും രോഗാവസ്ഥ അനുസരിച്ചും ഉള്ള ഇത് ഞവരയരിയാണെങ്കിൽ ചിലർക്ക് ഞവരയരി ശരിയാവില്ല, ചിലർക്ക് ഉണക്കലരി ആയിരിക്കും ശരി. കാരണം ഞവരയരി പോഷകപ്രധാനമാണ്. അത് പോഷണം ആവശ്യമുള്ളവർക്ക് അത് തന്നെ ചേർക്കുക. അതുപോലെ പഞ്ചകോലം എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള മുളകുകൾ, അതായത് ചുക്ക്, മുളക്, തിപ്പലി തുടങ്ങിയ മുളകുകൾ, ഇത്തരം കാര്യങ്ങൾ ചേർത്തുകൊണ്ട് നമ്മൾ കഴിക്കാൻ പറ്റിയ രുചികരമായ ഔഷധക്കഞ്ഞികളുണ്ടാക്കി രാവിലെയും വൈകിട്ടും അത് നമുക്ക് കഴിയുമെങ്കിൽ 1 മാസം വരെയും കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു
പ്രധാനപ്പെട്ട കാര്യം. ആഹാരവും ഔഷധവും ഒന്ന് ചേരുന്ന ഒരുപോലെ ആയി മാറുന്ന അപൂർവ സന്ദർഭങ്ങളിലൊന്നാണ് ഔഷധക്കഞ്ഞി. കാരണം അത് ആഹാരമാണ്, ഒപ്പം നമ്മൾ അതിൽ ഔഷധങ്ങൾ ചേർക്കുന്നുണ്ട്, അവ അഗ്നിദീപ്തികരവുമാണ്. പിന്നെ അതുപോലെ ഈ പറയുന്ന കർക്കിടക മാസത്തിൽ നമ്മൾ ആചരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് ഔഷധക്കഞ്ഞി വാങ്ങാൻ കഴിവില്ലാത്തവരുണ്ട്, ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട്. അവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ദശപുഷ്പങ്ങൾ, മുക്കൂറ്റി, തിരുതാളി, വിഷ്ണുക്രാന്തി തുടങ്ങി നമ്മുടെ പറമ്പിലുള്ള ഈ ചെടികളിലെ ഏതെങ്കിലുമെങ്കിലും കുറച്ച് പറിച്ചെടുത്ത് കഞ്ഞിയിലിട്ട് കഴിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അന്ന് അഗ്നിദീപ്തികരമായ ഇതുപോലുള്ള ദഹനത്തിന് സഹായിക്കുന്ന ഔഷധങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സാമാന്യ തത്വം. അതുപോലെ തണുപ്പ് കാലത്ത്, ഈ കർക്കിടക കാലത്ത് നമ്മൾ പലപ്പോഴും നിസ്സാരമായി ഒഴിവാക്കുന്ന പല കാരണങ്ങളുമാണ് നമ്മുടെ ഈ പനിക്കും പല പകർച്ചവ്യാധികൾക്കും കാരണമായി മാറുന്നത്. വീടും ചുറ്റുപാടുകളും പുകയ്ക്കുക, നന്നായി ചൂടാക്കി എന്നാൽ തേച്ച് ഉണക്കിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക, അതായത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, ചുക്ക്, മല്ലി, ജീരകം, ഇഞ്ചി തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഴിക്കണം. നമുക്ക് ഇതിൻ്റെ ഗുണം അറിഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകുന്നവരാണ്. കോവിഡ് ഉണ്ടായ സമയത്ത് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്ന് അറിയാതെ ആധുനിക വൈദ്യശാസ്ത്രം പോലും മരവിച്ച് നിൽക്കുക, ആകെ ബുദ്ധിമുട്ടിലായിരിക്കെ അവരുൾപ്പെടെ രോഗികളെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇഞ്ചി വെള്ളം കുടിക്കുക, അതുപോലെ മല്ലി വെള്ളം കുടിക്കുക, അത് പിന്നെ ജീരക വെള്ളം കഴിക്കുക തുടങ്ങി അപ്പോൾ കാര്യങ്ങളാണ്. ആന്തരികമായ അഗ്നിദീപ്തി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബാക്ടീരിയയും വൈറസിനെയൊക്കെ തന്നെ പുറത്താക്കാൻ കഴിയുമെന്നുള്ള സാമാന്യ തത്വമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അങ്ങനെ ശരീരത്തിന് ആവശ്യമായ പോഷകാംശം ഉള്ള സൂപ്പ്, അത് മാംസം കൊണ്ടുള്ളതും അല്ലെങ്കിൽ പയർ സൂപ്പ്, ഉഴുന്ന്, അങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വെജിറ്റേറിയൻ, നോൺ വെജുമായിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കി കഴിയുക. അതൊരു വ്യായാമം അമിതമാകാൻ പാടില്ല. വ്യായാമം ചെയ്യാം, പക്ഷെ അത് അമിതമാകാൻ പാടില്ല. ഉറക്കം, പകൽ ഉറങ്ങരുത്, രാത്രി ഉറക്കം ഒഴിയുകയും ചെയ്യരുത്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് അനുപേക്ഷണീയമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളും ഔഷധങ്ങളും പാനീയങ്ങളും നമ്മൾ അവലംബിക്കേണ്ടതാണ്.